നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടി.ജി. മോഹൻദാസിനെ തൂക്കിക്കൊല്ലണോ? അദ്ദേഹം ചെയ്ത കേസ് അത്രയേറെ ഗൗരവതരമാണോ? 71കാരനായ ഒരു വൃദ്ധൻ ഇപ്പോൾ പോലീസിൻ്റെ കൈകളിൽ. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ് പോലീസ് ആഘോഷിക്കുന്നത്. നല്ല നിരീക്ഷണ പാഠവുമുള്ള മാധ്യമവതാരകൻ ടി.ജി. മോഹൻദാസ് എന്ന അഭിഭാഷകന് എവിടെയാണ് തെറ്റുപറ്റിയത്? ദേശീയ കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ അവധാനത. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഴമുള്ള അറിവുകൾക്കൊപ്പം ചില വിഡ്ഢിത്തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലെത്തും. നിയമപ്രശ്നങ്ങൾ ശ്രദ്ധിക്കാറില്ല. നാക്കുപിഴയാണ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിന് സംഭവിച്ചത്. അതിൻ്റെ പേരിൽ ഇങ്ങനെ മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആഘോഷിക്കണോ? ബി.ജെ.പിയുടെ മണിയാശാൻ എന്ന് ചിലർ പരിഹസിക്കുന്നു. RSS നേതാവായിരുന്ന ടി.ജി. മോഹൻദാസ് പക്ഷേ പിന്നീട് RSSൽ ഒരിടത്തും എത്തിയില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. 71 വയസ്സാണ് പ്രായമെങ്കിലും അതിനേക്കാളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നു. ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഈ കേസിന് ആസ്പദം. എന്നാൽ വെറും സാങ്കല്പികമായ വാക്കുകൾ മാത്രമാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. സംഘപരിവാർ സൈദ്ധാന്തികനായ ടി.ജി. മോഹൻദാസിനെ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ആ ടി.ജി. മോഹൻദാസാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിലെത്തി തിരുവനന്തപുരം സൈബർ പോലീസ് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു. നിയമ നടപടികളും വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷം പുലർച്ചെ 1:24 ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിലെത്തിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് സംഘം മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയത്. മോഹൻദാസിനെ ചോദ്യം ചെയ്യുകയും വീഡിയോ ചിത്രീകരിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മോഹൻദാസിൻ്റെ അറസ്റ്റ്. അതും അസമയത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് 71കാരനായ ഒരു വൃദ്ധനെ അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്ത് എത്തിച്ച പോലീസ് നടപടി. അർജുൻ അയങ്കിയുടെ അറസ്റ്റ് ഇന്നലെ ഒട്ടേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. തുടർന്ന് സൈബറിടങ്ങളിൽ സൈബർ കമ്മികൾ ആർത്തു വിളിച്ചു ചോദിച്ചു, ടി.ജി. മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നാണ് ടി.ജി. മോഹൻദാസ് തൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ സമരം ചെയ്യുന്നതെന്ന മറ്റൊരു പരാമർശം. തികച്ചും സാങ്കല്പികമായ വാക്കുകൾ. എനിക്ക് സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്തർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 വട്ടം ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ആ രംഗം താൻ ശാന്തമാക്കും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. തികച്ചും സാങ്കല്പികമായ ഒരു നടപടി വിശദീകരിക്കുകയായിരുന്നു ടി.ജി. മോഹൻദാസ്. മറ്റൊരു വിവാദ പ്രസ്താവനയും അദ്ദേഹം നടത്തി. അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ചതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമുകളാണ് അവിടെയുള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. ടി.ജി. മോഹൻദാസിൻ്റെ പ്രസ്താവനകൾ വിവാദമായതോടെ RSS അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. എങ്കിലും ബി.ജെ.പിയുടെ ഭൂരിപക്ഷം പ്രവർത്തകരും ടി.ജിയെ ചേർത്ത് പിടിച്ചു. ടി.ജി. RSSന്റെ ഒരു തരത്തിലുമുള്ള ചുമതലകൾ വഹിക്കുന്നില്ല എന്ന് RSS നേതൃത്വം തുടർന്ന് വ്യക്തമാക്കി. ടി.ജിയുടെ വീട്ടിലെത്തി 1 മണിക്കൂറോളം നേരം അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനും വീട്ടിൽ നടത്തിയ പരിശോധനകൾക്കും ശേഷമാണ് തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോന്റെ പരാതിയിലാണ് പോലീസ് നടപടി. കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി കടുത്ത വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. RSS ടി.ജിയെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ബി.ജെ.പി പ്രവർത്തകർ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പുറത്തേക്ക് വരുമ്പോൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ. ബി.ജെ.പി പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിച്ചു. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ സംഘപരിവാർ സഹയാത്രികൻ പോലീസ് വാനിലേക്ക് കയറിയത്. പത്രിക എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ടി.ജി. മോഹൻദാസിൻ്റെ വിവാദ പരാമർശം. പ്രതിഷേധക്കാരെ നേരിടാൻ തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത രീതിയെ വിമർശിച്ച് ബി.ജെ.പി രംഗത്തെത്തി. അവധി ദിവസം നോക്കി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമാണ് എന്ന് ബി.ജെ.പി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാരിന്റെ ഈ നടപടി. മോഹൻദാസ് നടത്തിയ ചില പരാമർശങ്ങൾ സ്വാഗതാർഹമല്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കിയവർക്കെതിരെ
നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്ന സമീപനം എന്തുകൊണ്ടാണ്? ഒരാൾക്ക് ഒരു നിയമം, മറ്റൊരാൾക്ക് മറ്റൊരു നിയമം. ഇരട്ട നീതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് BJP പരിഹസിക്കുന്നു. മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് 3 വർഷം വരെ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകൾ. കലാപത്തിന് ആഹ്വാനം ചെയ്യൽ BNS 192, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ ശ്രമിക്കൽ BNS 353(1)B, സ്ത്രീത്വത്തെ അപമാനിക്കൽ BNS 79, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറൽ കേരള പോലീസ് ആക്ട് 120O. ജാമ്യമില്ലാ വകുപ്പുകളാണ് TGയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വീട്ടുപരിസരത്ത് BJP പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. വലിയ അഭിവാദ്യമാണ് അവർ TGക്ക് നൽകിയത്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയം അഭിവാദ്യ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരമാണ് എന്ന് BJP ശക്തമായി വാദിക്കുന്നു. അവധി ദിവസം നോക്കി കസ്റ്റഡിയിലെടുത്ത നടപടിയെ ശക്തമായി വിമർശിക്കുകയാണ് BJP നേതൃത്വം. കേരളത്തിലെ മതമൗലികവാദികളുടെ കയ്യടിക്ക് വേണ്ടിയാണ് അത്യന്തം അപലപനീയ നീക്കമെന്ന് S. സുരേഷ് പറഞ്ഞു. ഫിഷറീസ് വകുപ്പ് പിടിച്ചുവാങ്ങി ഭരിക്കുന്ന മുസ്ലിം ലീഗ് മുതലപ്പുഴയിലും നീണ്ടകരയിലും മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായപ്പോൾ നടപടികളെടുക്കാതെ ഗൗരവമായ സ്ഥിതിവിശേഷത്തിലെത്തിച്ചു. BJP ഭരിക്കുന്ന പഞ്ചായത്തായതിനാൽ മണ്ണിടിച്ചിലും പ്രളയത്തിലും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ പോലും കാണാതെ മടങ്ങുന്ന ലീഗ് മന്ത്രിമാർ കേരള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഭീതിതമാണെന്നും S. സുരേഷ് പറയുന്നു. മതവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് മന്ത്രിമാരും ലീഗ് നേതൃത്വവും വന്ദേമാതര വിഷയത്തിലും VD സവർക്കർ വിഷയത്തിലും പ്രസ്താവനകൾ നടത്തി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. മോഹൻദാസിനെതിരായ നടപടി ഇരട്ട നീതിയെന്നാണ് VHP പറയുന്നത്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഹിന്ദു ഐക്യവേദി. പ്രധാനമന്ത്രിയെ വധിക്കണമെന്ന് ആഹ്വാനം ചെയ്തവർക്കെതിരെ പോലും കേസെടുക്കാത്ത കേരളം എന്തുകൊണ്ട് TGയുടെ മേൽ ഈ കേസ് ചുമത്തി? ഒരു കാര്യം വ്യക്തമാണ്, TG മോഹൻദാസ് എന്ന വയോധികൻ ആരെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. താനായിരുന്നു ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ എന്ന അർത്ഥത്തിൽ ഒരു സാങ്കല്പിക വിവരണം മാത്രം അദ്ദേഹം നൽകി. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം അതേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ചൈനയിലെ വിദ്യാർത്ഥികളുടെ നേർക്ക് ബുൾഡോസർ കയറ്റി അവരെ കൊന്നെറിഞ്ഞ ചൈനീസ് ഭരണകൂടത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച കേരളത്തിലെ CPM എന്ന പാർട്ടി ഉൾപ്പെടെയാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്രോശിച്ചത്. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ മോശം പരാമർശത്തിന് പിന്നിൽ അദ്ദേഹത്തിന് തന്നെ ചില ന്യായീകരണങ്ങളുണ്ട്. അവിടെ സ്ത്രീകൾ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിൽ എഴുതിയിരുന്ന ചില വാക്കുകൾ ഇപ്പോഴും ഇന്ത്യയുടെ മനസ്സിലുണ്ട്. കേരളത്തിലെ ജനങ്ങളെല്ലാവരും വിഡ്ഢികളല്ല എന്ന് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്കുള്ളിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഓർക്കുക. നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യണം. എങ്കിലും TG ചെയ്ത തെറ്റിൻ്റെ ആഴം അത് പൂർണ്ണമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തവരും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്തവരും BJPക്ക് വോട്ട് ചെയ്ത 33 കോടി ആളുകളെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തവരുമൊക്കെ ഇപ്പോഴും ഈ സമൂഹത്തിൽ വിഹരിക്കുന്നു. പാർലമെന്റ് ബുൾഡോസർ വെച്ച് തകർക്കണമെന്ന് വിളിച്ചുകൂവിയ ചില യൂട്യൂബർമാരും നമുക്കിടയിലുണ്ട്. പല മഹാന്മാരും അഭിനയിക്കുന്നത് പോലെ നെഞ്ചുവേദന അഭിനയിക്കാനോ ആശുപത്രിയിൽ അഭയം തേടാനോ TG ശ്രമിക്കുന്നില്ല. ഒളിവിൽ പോകാനോ എന്തിന് മുൻകൂർ ജാമ്യം നേടാൻ പോലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നിടത്താണ് നമ്മൾ TGയെ കൂടുതൽ അടുത്തറിയേണ്ടത്. ഒരു ഫോൺ കോളോ ഒരു നോട്ടീസോ ഏത് കോടതിയിലും TG മോഹൻദാസ് എത്തിയനെ. എന്നിട്ടും എന്തിനാണ് വൈകിട്ട് അദ്ദേഹത്തെ പോലീസ് സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്? അദ്ദേഹത്തിൻ്റെ ചിരിയും കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ബലമാണ്. എന്നാൽ അറിവുകൾക്കപ്പുറം പലപ്പോഴും വിഡ്ഢിത്തം അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ വരും. അതുതന്നെയാണ് TGക്ക് പറ്റിയ പിഴവ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത TGയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി, ആ കിളവനെ ശ്രദ്ധിക്കണം, അയാളുടെ അരയിൽ ചിലപ്പോൾ ബെൽറ്റ് ബോംബ് കാണും. വീഡിയോ വിവാദമായതിന് പിന്നാലെ ഒരു മാധ്യമപ്രവർത്തകൻ TGയോട് സംസാരിക്കുന്നു. പറഞ്ഞത് തിരുത്തണം, ഒപ്പം ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം. ഇല്ല, തിരുത്താനായി ഒന്നുമില്ല, ഡിലീറ്റ് ചെയ്യില്ല. ഇതായിരുന്നു TGയുടെ നിലപാട്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ CPM പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയിട്ടും TG കുലുങ്ങിയില്ല. ഓട്ടോറിക്ഷകളും ബസ്സിലുമൊക്കെ അദ്ദേഹം യഥേഷ്ടം യാത്ര ചെയ്തു. പോലീസ് FIR ഇട്ട് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന നിലയിലെത്തിയപ്പോൾ ചിലർ TGയെ ഉപദേശിച്ചു. ഹൈക്കോടതിയെ സമീപിച്ച് ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുക. TG എന്ന അഭിഭാഷകന് ഹൈക്കോടതിയിൽ ചില വിലയൊക്കെയുണ്ട്. ഇല്ല, മുൻകൂർ ജാമ്യം എടുക്കില്ല, ഒളിവിൽ പോകില്ല. ഇതായിരുന്നു TGയുടെ നിലപാട്. ഒടുവിൽ പോലീസ് എത്തി TG മോഹൻദാസിനോട് ചോദിക്കുന്നു, താങ്കൾ തങ്ങളുടെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുവെന്ന
അടിവരയിട്ട വാക്കുകളായിരുന്നു ടി ജി പോലീസിനോടും പറഞ്ഞത്. ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി സഹകരിക്കുന്നു എന്ന് ടി ജിയുടെ വാക്കുകൾ. പാറ്റ സമരത്തിൽ ടി ജിയുടെ ചില പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അദ്ദേഹം പറഞ്ഞത് ചില ഫോട്ടോകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അന്ന് CJP സമരം നടക്കുമ്പോൾ ചില സ്ത്രീകൾ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകൾ, ആ പ്ലക്കാർഡുകൾ അതിൻ്റെ കഥ പറയും. എഴുത്തുകാരൻ, അഭിഭാഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, പ്രഭാഷകൻ, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ തിളങ്ങിയ വ്യക്തിത്വമാണ് ടി ജിയുടേത്. ബാല്യകാലം മുതൽ RSSുമായി ഉറ്റബന്ധം. ഹിന്ദുത്വ ആശയധാരയുടെ ശക്തനായ വക്താവായി അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ മാറി. 2026 ജൂലൈയിൽ RSS നേതൃത്വം മോഹൻദാസിനെ തള്ളിപ്പറഞ്ഞിട്ടും RSSനെ തള്ളിപ്പറയാൻ അദ്ദേഹം ഒരുങ്ങിയില്ല. ഭാരതീയ വിചാര കേന്ദ്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. 1997 ജനറൽ സെക്രട്ടറിയായി, 2006 വൈസ് പ്രസിഡന്റായി. ഹിന്ദു സമൂഹം, ഇന്ത്യൻ ദേശീയത, സംസ്കാരം, മതം, ചരിത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം. പിന്നീട് ടി ജി മോഹൻദാസ് കേരളത്തിൽ അറിയപ്പെട്ടത് BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ഭാഗമായി. BJP കേരളയുടെ ഇൻ്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കൺവീനർ എന്ന നിലയിൽ പിന്നീട് പ്രശസ്തനായി. ടെലിവിഷൻ ചർച്ചകളിലും ലേഖനങ്ങളിലുമൊക്കെ അദ്ദേഹം സജീവമായി ഇടപെട്ടു. വിവിധ മാസികകളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ നിറഞ്ഞു. കേസരി, ഓർഗനൈസർ, മാതൃഭൂമി, കേരള കൗമുദി, മംഗളം, ജന്മഭൂമി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നിരന്തരം എഴുത്തുകൾ. ജന്മഭൂമി പത്രത്തിൽ ജനറൽ മാനേജർ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. എന്നും ടി ജി മോഹൻദാസിന് ആവേശം പകർന്നത് ഹിന്ദുത്വ ചിന്തകളാണ്, ദേശീയതയിലൂന്നിയ ഹിന്ദുത്വ സങ്കല്പങ്ങൾ. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും ഹിന്ദുത്വം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഒടുവിൽ BJP CPM സഹകരണം എന്ന ആശയം പോലും അദ്ദേഹം അവതരിപ്പിക്കുന്നു. നിരവധി പബ്ലിക് ലിറ്റിഗേഷൻ കേസുകൾ അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകി. ഇതൊക്കെ കേരള സമൂഹത്തിൽ ഏറെ ചലനങ്ങളുണ്ടാക്കിയ ഇടപെടലുകൾ. ചാനൽ, യൂട്യൂബ് രംഗങ്ങളിലും പിന്നീട് അദ്ദേഹം തിളങ്ങി. ഓൺലൈൻ മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായി. ടി ജി മോഹൻദാസ് എന്ന വ്യക്തിയുടെ ചില പോരാട്ടങ്ങൾ അവിസ്മരണീയമാണ്. പാകിസ്ഥാനിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി 5 കോടി രൂപ സംഭാവന ചെയ്യാനുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തതടക്കം നിരവധി പൊതുതാൽപര്യ ഹർജികൾ അദ്ദേഹത്തിൻ്റെതാണ്. 1950 തിരുവിതാംകൂർ കൊച്ചി മതസ്ഥാപന നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടന വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ടി ജി 2015 നവംബറിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. P. പരമേശ്വരനെ വധിക്കാൻ അബ്ദുൾ നാസർ മദനി ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് 2013 രജിസ്റ്റർ ചെയ്ത കേസിൽ ഫലപ്രദമായ അന്വേഷണം ആവശ്യപ്പെട്ട് 2017 ഫെബ്രുവരിയിൽ അദ്ദേഹം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നതിലേക്ക് ആ ഹർജി മാറി. ശബരിമല ക്ഷേത്രത്തിൽ ഹിന്ദുക്കളല്ലാത്തവർ പ്രവേശിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ആഴത്തിലുള്ള പഠനങ്ങൾ, അതിലധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ആശയ സംഹിത. ഇടയ്ക്ക് നാവിൽ വിരിഞ്ഞ ആ ഗുളികൻ, അത് ടി ജിയെ ചതിച്ചു. അതിപ്പോൾ ശത്രുക്കൾ മുതലെടുക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോഴും ടി ജിയുടെ തിളക്കത്തിന് കുറവില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദം നമ്മെ വേദനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.